തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസായി അമ്മ ദൈവത്തിന് പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസായി അമ്മ ദൈവത്തിന് പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മ ഫലങ്ങളെ ധ്യാനിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 21-ാം നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാമത്തെ ഫലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴി നമ്മൾ പുറപ്പെടുവിക്കുന്ന 4ാമത്തെ ഫലത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതാണ് ക്ഷമ. ഞാൻ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് പ്രത്യേകം ഓർക്കണേ. അതായത് പരിശുദ്ധാത്മാവ് മേളിൽ നിന്ന് പായ്ക്ക് ചെയ്ത് ഇങ്ങോട്ട് തരുകല്ലിത്. പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന് നമ്മളിൽ പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആ സഹകരണം വഴി, ഏത് സഹകരണം വഴി? പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് നമ്മൾ ജീവിക്കുന്നത് വഴി നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലമാണ് ഇത്. ഓരോന്നും അങ്ങനെയാണ്. അല്ലാതെ ചുമ്മാ ഇങ്ങനെ നേരെ ഒറ്റ ദിവസം കൊണ്ട് തല്ലോട്ട് ഇടിച്ചു കയറ്റി വിടുക അങ്ങനെയൊന്നും വിചാരിക്കരുത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുക, പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക, ദൈവത്തിരഹിതം അനുസരിച്ച് ജീവിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പതുക്കെ സ്പ്രൗട്ട് ഔട്ട് ചെയ്യും. അത്ര അനുഭവം നമുക്കുണ്ടാകും. അപ്പോൾ ഇന്ന് സ്നേഹം ചിന്തിച്ചു, ആനന്ദം ചിന്തിച്ചു, സമാധാനം ചിന്തിച്ചു. ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് വരികയാണ് നമ്മൾ. അതിൽ 1ാമത്തതാണ് ക്ഷമ. അതായത് 4ാമത്തത്. ടോട്ടൽ 9 എണ്ണത്തിൽ 4ാമത്തതാണ് ക്ഷമ. ക്ഷമയെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വേഗം മറ്റേ നമ്മളോട് ദ്രോഹിച്ചവരോട് ക്ഷമിക്കുന്ന ആ ക്ഷമയല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്ക് ചിലപ്പോൾ അങ്ങനെ നമ്മളത് ഓൾറെഡി ചിന്തിച്ച് കഴിഞ്ഞതാണ് അല്ലേ. നമ്മൾ ഈ വിമല ഹൃദയപ്രതിഷ്ഠ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു. നമ്മളോട് ദ്രോഹം ചെയ്തവരോട്, കാരണമില്ലാതെ നമ്മളെ ഉപദ്രവിച്ചവരോട്, കുതുകാല് വെട്ടിയവരോട് ഒക്കെ ക്ഷമിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും വേണം. പക്ഷേ ഈ ക്ഷമ ആ ക്ഷമയല്ല, ഇത് വേറെയാണ്. ഇതെന്താണെന്നറിയാമോ? ഇതിൻ്റെ ഇംഗ്ലീഷ് പേഷ്യൻസ്. ഫോർഗീവിങ് അല്ല, പേഷ്യൻസ് ആണ്. പേഷ്യൻസ് എന്താ അത്? നമ്മൾ പറയില്ലേ ക്ഷമയോടെ ഇരിക്കുക എന്ന് പറയത്തില്ലേ? കൈൻഡ് ഓഫ് വെയിറ്റിംഗ്, കാത്തിരിപ്പ്. അതാണ് ഈ ക്ഷമ. ഇതാണെങ്കിൽ നമുക്കിന്ന് ഒട്ടും ഇല്ല താനും. ഇത് നമുക്കൊരുപാട് വേണ്ടതാണ് ഈ ക്ഷമ. അതിപ്പോൾ നമ്മൾ പുണ്യമൊക്കെ മാറ്റിവെച്ചാൽ പോലും, എന്ന് വെച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ പുണ്യത്തിൻ്റെ ചുറ്റുപാടുകൾ മാറ്റിവെച്ചിട്ട് സാധാരണ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് ഈ സാധനം ഒട്ടുമില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ക്ഷമയുണ്ടോ നമുക്ക്? എവിടെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കാത്തിരിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അത് ഏറ്റവും കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഡോക്ടർമാരുടെ മുമ്പിലാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, നമുക്ക് ടോക്കൺ കിട്ടുന്നു, നമ്മളവിടെ വന്നിരിക്കുന്നു. ഇരിക്കുമ്പോൾ തൊട്ട് നമുക്ക് വെപ്രാളം തുടങ്ങുകയാണ്. നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ക്ഷമയില്ല, നമുക്കിപ്പോൾ തന്നെ കയറണം. നമുക്കൊരു 2-3 ടോക്കൺ നമ്പർ മുമ്പേ ഒന്ന് ഓവർടേക്ക് ചെയ്താൽ ഭയങ്കര ചാരിതാർത്ഥ്യമാണ് നമുക്ക്. ക്ഷമയോടെ ഇരിക്കുക, നിൻ്റെ നമ്പർ വരും. പഴയൊരു പരസ്യം ഉണ്ടായിരുന്നു, എൻ്റെ നമ്പർ വരും, വെയിറ്റ് ചെയ്യുക. നമുക്കിതില്ല. അല്ലെങ്കിൽ വേണ്ട, നോക്കിക്കേ, നമ്മുടെ ഈ ട്രാഫിക് ബ്ലോക്കിലൊക്കെ കിടക്കുമ്പോൾ സിഗ്നലാണ്, മുമ്പിലുള്ള വണ്ടികൾ അവിടെ അനങ്ങാതെ കിടക്കുകയാണ്, എന്നാലും പുറകിൽ നിന്ന് ചുമ്മാ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. എന്താണെന്നറിയാമോ? നമ്മുടെ ഈ കാലത്ത് മനുഷ്യർക്ക് ക്ഷമയില്ല. എങ്ങും ഒന്ന് അല്പം നേരം ഒന്ന് പോസ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ ക്ഷമ ഒട്ടുമില്ലാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ സാധാരണത്വങ്ങളിൽ മാത്രമല്ല, അതിനുപരിയായ ജീവിത സാഹചര്യങ്ങളിലും നമുക്കാവശ്യമുള്ളൊരു ക്ഷമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ക്ഷമ, കാത്തിരിക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. ക്ഷമയോടെ കാത്തിരിക്കാൻ. ലെറ്റ്സ് വെയിറ്റ്. ഇത് നമുക്കില്ല കേട്ടോ. സ്പിരിച്വാലിറ്റിയുടെ മേഖലയിലും നമുക്കിതില്ല. ഇത് സങ്കടമാണിത് പറയുന്നതിൽ. കാരണം ചിലരൊക്കെ വന്ന് അച്ഛാ ഇന്ന കാര്യം പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പം ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം, ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ ഞാനും കുർബാനയിൽ ഈ നിയോഗം വയ്ക്കാം എന്ന് പറയും. അവിടെ അടുത്ത ചോദ്യം, എപ്പോൾ കിട്ടും? അത് പറ. അതായത് ഈ പ്രാർത്ഥിക്കുന്ന സാധനം എപ്പോൾ കിട്ടും? വി ആർ നോട്ട് റെഡി ടു വെയിറ്റ്. ദൈവത്തിന് സമയം കൊടുക്കുന്നില്ല നമുക്ക്. അതുകൊണ്ടാണ് ഞാനിത് കുറ്റം ആരോപിക്കുന്നതല്ല, ഒരു ആരോപണം ഉന്നയിക്കുകയല്ല, മറിച്ച് നമ്മുടെ ഈ ട്രെയ്റ്റ്സ് പറയുകയാണ്. നമ്മൾ ചില പ്രാർത്ഥനകളൊക്കെ എണ്ണം വെച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? എന്ന് വെച്ചാൽ എന്താ? 9 നൊവേന. ഈ 9 നൊവേന ചെല്ലുമ്പോൾ നമ്മുടെ ഉദ്ദേശം അറിയാമോ? 9ാമത് നൊവേനയാകുമ്പോൾ ഉത്തരം കിട്ടിയിരിക്കണം. എങ്ങാനും കിട്ടിയില്ലേ വിശ്വാസം പോയി. ക്ഷമയില്ല നമുക്ക്. ക്ഷമയെന്ന് പറയുന്നത് അറിയാമോ? ക്ഷമയെ മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിളായിട്ടുള്ള നിർവചനം ദൈവത്തിന് സമയം കൊടുക്കുക എന്നാണ്. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക, അതാണ് ക്ഷമ. മറ്റത് നമ്മൾ പ്രവർത്തിക്കുകയാണ്. ക്ഷമയില്ലാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഗ്യാപ്പ് കളഞ്ഞു. ഇതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്നത്. നമുക്ക് ആവേശമാണ്. നമ്മുടെ ഈ മാമ്പഴമൊക്കെ, ഈ പച്ചമാങ്ങ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ശരിക്കും വിളഞ്ഞ് പഴുത്ത മാങ്ങയല്ല, പച്ചമാങ്ങയാണ്. അതിനെ കാർബൈഡൊക്കെ വെച്ച് മഞ്ഞ കളറാക്കി പഴുപ്പിച്ച് വെച്ചിരിക്കുകയാണ്.
ഇത് സ്വാഭാവികമായി പഴുത്തു വന്ന മാങ്ങ രുചി കിട്ടുമോ? ഇല്ല. കാഴ്ചയിൽ അതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ ഈ ചില കാര്യങ്ങൾക്ക്, ഈവൻ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് പോലും, നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾക്ക് ഉടനടി പരിഹാരം വേണമെന്ന് വാശി പിടിക്കുമ്പോൾ ഇങ്ങനെ കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാങ്ങ പോലെയാണ് പലതും നടക്കുന്നത്. ഇതല്ല കർത്താവ് ആഗ്രഹിച്ചത്. ഇതിനേക്കാൾ ഉപരിയായൊരു ഉത്തരം, ഇതിനേക്കാൾ ഉപരിയായൊരു മഹത്വം നിനക്ക് തരാൻ വേണ്ടി കർത്താവ് അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിനക്ക് കാത്തിരിക്കാൻ നേരമില്ല. നിനക്ക് ഇപ്പം കിട്ടണം. ഇപ്പം കിട്ടിയപ്പോൾ എന്ത് പറ്റി? കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാങ്ങ പോലെ ആയിപ്പോയി പലതും. അങ്ങനെ ശാഠ്യം പിടിച്ചു വാങ്ങിച്ച പലതും നമുക്ക് തലവേദനയായിട്ടുള്ളൂ എന്നോർക്കണേ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ്റെ സമയത്ത് കിട്ടുന്നത് മതി എന്നൊന്ന് തീരുമാനിക്കാവോ? അതല്ലേ വിശുദ്ധി. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കണമെന്ന് പറയുമ്പോൾ ആര് ദൈവം കളിക്കുകയാണ്? നീ ദൈവം കളിക്കുകയാണ്. അതേസമയം കർത്താവേ, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ, ഇങ്ങനൊരു ആവശ്യം എൻ്റെ കുടുംബത്തിലുണ്ട് കേട്ടോ, നിൻ്റെ സമയത്ത് നടക്കട്ടെ എന്ന് പറയുന്നിടത്ത് ആരാണ് ദൈവം? നീയാണ് ദൈവം. ഉന്നതങ്ങളിലേക്ക് നോക്കി നമ്മൾ പറയുന്നു, നീയാണ് ദൈവം. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നടക്കണമെന്ന് ഞാൻ വാശി പിടിക്കുമ്പോൾ ഞാൻ ദൈവം ചമയുകയാണ്. ഇത് സ്പിരിച്വാലിറ്റി അല്ല, ഇത് സെൽഫിഷ്നെസ് ആണ്, ഇത് സ്വാർത്ഥതയാണ്. ദൈവത്തിന് സമയം കൊടുക്ക് പ്രവർത്തിക്കാൻ. സങ്കീർത്തനം 37 സങ്കീർത്തനം 7 വാക്യം, 37 സങ്കീർത്തനം 7 വാക്യം. ബൈബിളെടുത്ത് ഇത് അടയാളപ്പെടുത്തി വയ്ക്കണം. ക്ഷമിക്കാൻ പറ്റാത്തപ്പോൾ, ഒന്ന് കാത്തിരിക്കാൻ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ വെപ്രാളപ്പെടുമ്പോൾ വായിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട. കർത്താവിന് നല്ല ബുദ്ധിയാണ്, നേരത്തെ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്ഷമാപൂർവം കാത്തിരിക്കുക, കർത്താവ് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. അതായത് നമുക്കൊക്കെ പറ്റും, ഒരല്പം പ്രാർത്ഥിക്കുന്ന, ഒരല്പം ദൈവാശ്രയത്വമുള്ളവർക്ക് പറ്റുന്ന ഒരു സങ്കടമാണിത്. അതായത് നമ്മൾ കർത്താവിനെ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും വരുന്നില്ല. അപ്പുറത്തതേ വലിയ പ്രാർത്ഥനയില്ല, വലിയ പള്ളിപ്പോക്കുമില്ല, ഒന്നുമില്ലാത്തവൻ അവൻ കൊള്ളരുതായ്മ കാണിച്ചു പലതും നേടിയെടുക്കുന്നു. ഇവിടെ പ്രാർത്ഥിച്ചും കർത്താവിനെ സ്തുതിച്ചും നല്ല മാർഗത്തിൽ ചരിക്കുന്ന എൻ്റെ വീട് ഇപ്പോഴും തേച്ചിട്ട് പോലും ഇല്ല. എനിക്കൊരു പുതിയ വീട് വെക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നില്ല. അപ്പുറത്ത് അവൻ ഉള്ള കൊള്ളരുതായ്മ എല്ലാം കാണിച്ച് അവൻ നല്ല മുഴുത്ത വീട് വെച്ചിട്ടുണ്ട്. അതോടുകൂടി ഞാൻ അസ്വസ്ഥനാകുകയാണ്. അങ്ങനെ അസ്വസ്ഥനാകാതെ, അതാണ് ഈ പറയുന്നത്, ദുഷ്ടമാർഗങ്ങൾ അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നതിനെ കണ്ട് നീ അസ്വസ്ഥനാകേണ്ട. നീ ക്ഷമയോടെ കാത്തിരിക്കുക. നിനക്ക് വേണ്ടി കർത്താവ് ഒരു ഉത്തരം തരുന്നുണ്ട്. കർത്താവ് തരുന്ന ഉത്തരം വേണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ഉത്തരം വേണോ എന്ന് ചോദിച്ചാൽ മതി. കർത്താവ് തരുന്നതിൻ്റെ 7 അയലത്ത് വരുമോ നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ? അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, നമ്മൾ ബൈബിളൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇസ്രായേൽ സമൂഹമേ, പഴയ നിയമത്തിൽ ഇസ്രായേൽ സമൂഹം എന്നാ മെനകെട്ടവന്മാരാണ്, ഇവന്മാർ ഒരു മര്യാദ ഇല്ലാത്തവന്മാരാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമുള്ളൊരു കാര്യം, എത്ര വർഷമാണ് അതുങ്ങൾ മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നത്? ക്ഷമയോടെ. ആ പ്രവാചകന്മാരെയൊക്കെ സമ്മതിക്കണം. കാരണം പ്രവചിക്കുന്നു, എന്നിട്ട് കാണുന്നില്ല. എവിടെ മിശിഹ എവിടെ? കാണുന്നില്ല. സ്റ്റിൽ പിന്നെയും പ്രവചിക്കുന്നു. ഇതാണ് കാത്തിരിപ്പ്, ഇതാണ് ക്ഷമ, യഥാർത്ഥ ക്ഷമ. ഇതിനെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്കുക യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ അവിടെ യാക്കോബ് ശ്ലീഹ ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ, നിങ്ങൾക്കുള്ള ഇന്നത്തെ ഹോംവർക്ക്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ ആത്മശോധനയാണല്ലോ, വേറെ ഒരു ഹോംവർക്ക് കൂടെ തരാൻ പറ്റും നോക്കാം. ഏതായാലും ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കായിട്ട് എടുത്തോ. ഈ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: കാത്തിരിക്കുവിൻ. ആ ഭാഗം 2-3 ആവർത്തി, പ്രത്യേകിച്ച് ക്ഷമയില്ലാത്തവരില്ലേ, ക്ഷമയില്ല, എല്ലാം ഇടിപിടി നടക്കണം, ക്ഷമയില്ലാത്തവർ അവർ ഇത് കുറച്ചധികം വായിച്ചു. നമ്മൾ ചിലരോട് പറയത്തില്ലേ, തലവേദന എടുക്കുമ്പോൾ കഴിക്കുന്ന മരുന്നെന്നൊക്കെ പറയത്തില്ലേ, അതിനുവേണ്ടി കയ്യിൽ വെച്ചോളാൻ പറയത്തില്ലേ, ഈ ഭാഗം കൈ വെച്ചു, ഇത് ആവശ്യം വരും നമുക്ക്. ഇത് വായിച്ചു നോക്കിക്കേ. ഇങ്ങനെയാണ്: സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്ക്. ഭൂമിയിൽ നിന്ന്, അടുത്ത ഉപമ ശ്രദ്ധിക്കണേ, ഭൂമിയിൽ നിന്ന് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെ ഇരിക്കുവിൻ. ഒരു കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കുന്ന യാക്കോബ് ശ്ലീഹ പറയാണ്. താഴേക്ക് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, 10ാമത്തെ വാക്യം: സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച
പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. ഇവരെ സ്വീകരിച്ചോളാൻ. അത് നേരത്തെ പറഞ്ഞ പഴയ നിയമത്തിലെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ ക്ഷമയുടെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുക. അതിലേത് പ്രവാചകനാണ് സമാധാനത്തോടെ മരിക്കാൻ പറ്റിയത്? ഈ പ്രവചനം മുഴുവൻ നടത്തിയിട്ട് അവന്മാരെ കൊന്നൊടുക്കുകയല്ലായിരുന്നോ? എന്നിട്ടും അവരുടെ കാത്തിരിപ്പിന് ഒരു മാറ്റവും ഇല്ല. അവർ കാത്തിരിക്കുകയാണ്, മിശിഹാ വരും, മിശിഹാ വരും. അങ്ങനെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് കിട്ടിയ ഉത്തരമല്ലേ കർത്താവ് ഈശോ മിശിഹ. കർത്താവിൻ്റെ കയ്യിൽ ഉത്തരം ഉണ്ടെന്ന് എല്ലാത്തിനും. അത് സമയത്ത് തരും, അവൻ സമയത്ത് തരും. അതുവരെ ഒന്ന് ക്ഷമയോടെ ഇരിക്കണം. മറ്റൊരു ചിന്തയുണ്ടല്ലോ, നമ്മൾ ഈ കാത്തിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മനസ്സിനോട് ചേരുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? കർത്താവ് ഈശോ മിശിഹ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. കർത്താവ് ഈശോ മിശിഹായും ഇപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അതെവിടെയുണ്ട്? അത് ഹെബ്രായ ലേഖനത്തിലുണ്ട്. എടുക്കുക, ഹെബ്രായ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാം അധ്യായം 12-13 വാക്യം നോക്കിക്കേ. എന്നാൽ അവനാകട്ടെ, ആര്? ഈശോ, പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായി. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കതറിയാം. പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഈശോ ഉപവിഷ്ടനായി. അപ്പോൾ നമ്മൾ ചോദിക്കണം, അവിടെ ഇരുന്നു കൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവ് ചെയ്യുന്നത് ഹി ഈസ് വെയിറ്റിംഗ്. കർത്താവ് കാത്തിരിക്കുകയാണ്. അടുത്ത വാക്യം, ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്നു. കർത്താവ് കാത്തിരിക്കുകയാണ് ക്ഷമയോടെ, ശത്രുക്കളെ പാദപീഠമാക്കുവോളം. അപ്പോൾ പിന്നെ നമ്മളും കാത്തിരിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സിനോട് ചേരുകയാണ്. ഇതെല്ലായിടത്തും നമുക്ക് ഈ ക്ഷമ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. വെയിറ്റ് ഇതുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാനിപ്പം ഈ കാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതാണ്, നമ്മുടെ കുടുംബത്തിലൊരാൾ അത്ര നല്ല വിശ്വാസിയല്ല. നമ്മുടെ തോന്നലാണല്ലോ, പള്ളിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നില്ല, പ്രാർത്ഥനയില്ല, ചിലപ്പോൾ ദൈവവിശ്വാസം ഇല്ല, നിരീശ്വരവാദമൊക്കെ പറയുന്നുണ്ടായിരിക്കും. തിരക്ക് പിടിക്കാതെ കാത്തിരിക്കുക. പതുക്കെ ശരിയാകും. നാളെ തന്നെ അവനെ പിടിച്ച് മാമോദിസ മുക്കണമെന്ന് വാശി പിടിക്കരുത്. കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്ത് അവൻ എല്ലാവരെയും അവനിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യും. വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്വഭാവത്തിലും എനിക്കുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പം നിങ്ങളോട് ഇങ്ങനെ ചിരിച്ച് കളിച്ചൊക്കെ വർത്തമാനം പറയുമെങ്കിലും എൻ്റെ ഇടവകയിലൊക്കെ ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്ന അച്ഛനാണ്. അപ്പോൾ എനിക്ക് അതൊരു പ്രശ്നമാണ്. അതായത് ആ ക്ഷമ പഠിക്കണം, അല്പം കൂടെ ഒന്ന് കാത്തിരിക്കാൻ, വെയിറ്റ് ചെയ്യാൻ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണ് നമ്മുടെ പവർ. നോ, ദേഷ്യപ്പെടേണ്ട, കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകേണ്ട സാഹചര്യത്തിലും നിനക്ക് ക്ഷമയോടെ ഇരിക്കാൻ പറ്റുമോ? അവിടെയാണ് ക്രിസ്ത്യൻ പവർ. നമുക്കത് ശീലിക്കണം. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ഹോംവർക്ക് ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവിടെ കാത്തിരിക്കും എന്നുള്ള ഭാഗം മനസ്സിരുത്തി 2-3 ആവർത്തി വായിക്കാൻ പറഞ്ഞു. അടുത്തത് ഇപ്പോൾ നിങ്ങൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ കൂടുമ്പോഴും നിങ്ങൾ ചില കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബൈഡ് വെച്ച് പഴുപ്പിക്കാനിരിക്കുകയല്ലേ? ചില കാര്യങ്ങളെ കാർബൈഡ് വെച്ച് പഴുപ്പിക്കാനിരിക്കുകയല്ലേ? അത് വിട്ടേക്ക്. കർത്താവിനോട് പറ, കർത്താവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ 21-ാം ദിവസം വരെ ഞാൻ കിടന്ന് വാശി പിടിക്കുകയായിരുന്നു. ഇപ്പത്തായോ എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു. ഇനി ഞാൻ വാശി പിടിക്കുന്നില്ല കർത്താവേ. അത് പറയാവോ? അത് പറയുന്നിടത്താണ് വിശുദ്ധി. കർത്താവേ, ഞാൻ വാശി പിടിക്കുന്നില്ല, നിനക്കറിയാം എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ടെന്ന്. നീ മനസ്സാകുമ്പോൾ അത് തായോ, നീ മനസ്സാകുമ്പോൾ അത് തരുമ്പോൾ ആ കാലം വരെ കാത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. കർത്താവേ, നിന്റെ സമയത്ത് ഉത്തരം തന്നാൽ മതി എന്നു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും. അതിമോദം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന.
അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ജീവിതം, അവിരാമം ഞങ്ങൾ പാടാം ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈശോയെ, നിന്റെ സന്നിധിയിൽ നിന്നെ നോക്കിയിരുന്ന് നിന്നെ ആരാധിക്കുവാൻ നീ ഞങ്ങൾക്കായി നൽകുന്ന ഈ അവസരത്തെ ഓർത്ത് കർത്താവേ നിനക്ക് നന്ദി. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 21-ാം നാൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപ കർത്താവേ, ക്ഷമയോടെ കാത്തിരിക്കാനുള്ള പേഷ്യൻസ്, കാത്തിരിപ്പിനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. നിലനിന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും നിന്നോട് പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾക്ക് തീരെ ക്ഷമയില്ല എന്നത് ഞങ്ങളുടെ കുറവായി ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ. ആദ്യം ഞങ്ങൾക്കെല്ലാറ്റിനും തിടുക്കമാണ് കർത്താവേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഇവിടുത്തെ വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയാത്ത വിധം തിടുക്കമാണ് ഞങ്ങൾക്കെല്ലാത്തിനും. അതേ തിടുക്കം പ്രാർത്ഥിക്കുമ്പോഴും ആണ് കർത്താവേ. വിവിധങ്ങളായ ഞങ്ങളുടെ സങ്കടങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴും ഉത്തരം കിട്ടാൻ തിടുക്കം കൂട്ടുകയാണ് ഞങ്ങൾ. ഈശോ, അത് നല്ലതല്ലെന്നും ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമെന്നും തിരിച്ചറിഞ്ഞ് തിരുസന്നിധിയിൽ ക്ഷമാപൂർവം നിൽക്കുക, കാത്തിരിക്കാനുള്ള മനസ്സോടെ നിന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈശോയെ, സ്വർഗത്തിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് വരെ കാത്തു നിൽക്കാൻ മനസ്സില്ലാതെ ഞങ്ങളുടേതായ ഉത്തരങ്ങൾ ഈ ഭൂമിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചമയ്ക്കുമ്പോൾ അതൊക്കെ അപൂർണങ്ങളായി മാറുന്നുവെന്ന് തിരിച്ചറിയട്ടെ. ഞങ്ങൾ നീ നൽകുന്ന ഉത്തരത്തോളം വരികയില്ല ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു പരിഹാരവുമെന്ന് തിരിച്ചറിഞ്ഞ് നിന്റെ തിരുഹിതം വെളിപ്പെടുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ കർത്താവേ, എന്നെ അലട്ടുന്ന ഏത് സങ്കടങ്ങൾക്കും നിന്റെ ഉത്തരം മതി എനിക്ക്. ഞാൻ ഉത്തരം ചമയ്ക്കുന്നില്ല. എനിക്ക് ഈ ഭൂമി ഒരുക്കുന്ന പ്രതിവിധികൾ വേണ്ട. നീ നൽകുന്ന ഉത്തരം നിന്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ കർത്താവേ, അത് സ്വീകരിക്കാനുള്ള ക്ഷമ എനിക്ക് നൽകണമേ. തിടുക്കപ്പെട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, തിടുക്കപ്പെട്ട് അനുഗ്രഹങ്ങൾ ഞാൻ വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, തിടുക്കപ്പെട്ട് പരിഹാരങ്ങൾ ഞാൻ കൊണ്ടുവരുമ്പോൾ നിനക്കിടപെടാനുള്ള സമയമാണ് ഞാൻ കളയുന്നതെന്ന്, കവർന്നെടുക്കുന്നതെന്ന് കർത്താവേ ഞാനൊന്ന് തിരിച്ചറിയട്ടെ. ഈശോ, ക്ഷമാപൂർവം തിരുസന്നിധിയിൽ നിൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പല പ്രാർത്ഥനകളുണ്ട് എനിക്ക്. സങ്കടങ്ങൾക്ക് പഞ്ഞമില്ലല്ലോ ഈശോയെ. ഈ ഭൂമി ജീവിക്കുമ്പോൾ എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ പ്രാർത്ഥനകൾക്കൊട്ടും കുറവില്ല കർത്താവേ. ഇങ്ങനെ നിരവധിയായ പ്രാർത്ഥനകൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ പരിഭ്രാന്തരായി പോവുകയാണ്.
ഉത്തരം കിട്ടുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങൾ ഓടുകയാണ്. ഈശോ, കാലതാമസം നിഷേധമല്ലെന്ന് ഞങ്ങളും തിരിച്ചറിയട്ടെ. ചില ഉത്തരങ്ങൾ വൈകുന്നത് അതിൻ്റെ അർത്ഥം നിന്റെ പക്കൽ ഉത്തരമില്ല എന്നതല്ല എന്ന് ഞങ്ങളൊന്ന് തിരിച്ചറിയട്ടെ. കാലതാമസം നിഷേധമല്ല കുഞ്ഞെ, കാലതാമസം നിഷേധമല്ല. ഉപരി മഹത്വമുള്ളൊരു ഉത്തരം സ്വർഗം നിനക്കായി ഒരുക്കുന്നുണ്ട്. വലിയ മഹത്വം നിന്റെ കണ്ണുകൾ കാണാൻ പോവുകയാണ്. അതുവരെ കർത്താവിൽ ആശ്രയിച്ച് നിരാശപ്പെട്ടു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്ക്. ഇത് പരീക്ഷണത്തിൻ്റെ കാലമാണ്. ഇവിടെ തോറ്റു പോകരുത്. തോറ്റു പോകുമ്പോൾ നീ മാത്രമല്ല, നിന്നെ മകനെന്ന് മകളെന്ന് വിളിച്ച് ചേർത്ത് പിടിച്ച കർത്താവും തോറ്റു പോവുകയാണ്. കാലതാമസം നിഷേധമല്ല. കർത്താവിൻ്റെ ഉത്തരം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹമായി നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയപ്പെടുന്ന കാലം വരെ കർത്താവേ, ഞങ്ങൾ മറ്റെങ്ങും പോകില്ല, നിന്റെ സന്നിധിയിൽ നിൽക്കുമെന്ന് പറയാൻ തക്കവിധം വിശ്വാസത്തിൻ്റെ കാമ്പ് നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലവും കടന്നു പോകുമെന്ന് വിശ്വസിക്കുക. ഈ കണ്ണീരിൻ്റെ കാലം ശാശ്വതമല്ലെന്ന്, ഇപ്പോൾ നിന്നെ വേട്ടയാടുന്ന ഈ സഹനം ശാശ്വതമല്ലെന്ന്, ഇതും കടന്നു പോകുമെന്ന് വിശ്വസിക്ക്. ഇതിൻ്റെ മേൽ അധികാരം കർത്താവിനുണ്ടെന്ന് വിശ്വസിക്ക്. ഇതിനപ്പുറത്തൊരു ഉത്തരം കർത്താവ് നൽകുമെന്ന് വിശ്വസിക്ക്. ഇല കൊഴിയുന്ന കാലങ്ങൾക്കപ്പുറത്ത് വൃക്ഷം തളിരി ചൂടുന്നത് പോലെ അങ്ങനൊരു കാഴ്ച കാണണം. വൃക്ഷത്തിൻ്റെ ചില്ലകൾ ഇല കൊഴിഞ്ഞ് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണണം. കർത്താവേ, അതുപോലെ എല്ലാം കൊഴിഞ്ഞു തീർന്ന് നഗ്നരായി നിന്റെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഇതിനപ്പുറത്ത് കർത്താവെ, തളിരിടുന്ന ഒരു കാലമുണ്ടെന്ന്, ഫലം ചൂടുന്ന ഒരു കാലമുണ്ടെന്ന് വിശ്വസിച്ച് നിന്റെ ഇടപെടലുകൾക്കായി ക്ഷമയോടെ കാത്തിരിക്കാൻ നിന്റെ ജനത്തെ പഠിപ്പിക്കണമേ. ഇലപൊഴി കാലങ്ങൾക്കപ്പുറം തളിരണി കാലമുണ്ട് തീർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. കൈപ്പാർന്ന വേദനകൾക്കപ്പുറം മധുരത്തിൻ സൗഖ്യമുണ്ടതോർക്കണം. മാനത്തെ കാർമേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തീർക്കണം. കവിളിലൂടൊഴുകുന്ന
അപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. തിടുക്കപ്പെട്ടു പോകാതെ, വെപ്രാളപ്പെട്ടു പോകാതെ, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകുന്ന ഉത്തരങ്ങൾക്കായി, നീ നൽകുന്ന പരിഹാരങ്ങൾക്കായി, നിന്റെ ഇടപെടലുകൾക്കായി ക്ഷമാപൂർവം കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ച് നിന്റെ ആശീർവാദം ഞങ്ങൾ തേടുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതി മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതി മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധന സ്തുതി മഹത്വം. 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 പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. മിശിഹായുടെ ദിവ്യാത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, എന്നെ ധൈര്യപ്പെടുത്തണമേ. നല്ല യേശു, എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ. അങ്ങേ പരിശുദ്ധന്മാരുടെ കൂടെ നിത്യമായി അങ്ങേ സ്തുതിക്കുന്നതിന് അങ്ങേ അടുക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ സ്നേഹമായിരിക്കണമേ. 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 ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ.
അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, 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 അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ, എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങന്റെ സ്നേഹമായിരിക്കണമേ. 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 മറിയത്തിന്റെ വിമല ഹൃദയമേ,
എന്റെ രക്ഷയായിരിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിന് ഒത്തതാക്കി അരുളണമേ. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അരുളുണ്ടായിരിക്കണമേ. അമലോത്ഭവ മറിയത്തിന്റെ കറയില്ലാത്ത ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുഹൃദയത്തിന്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാലും സ്നേഹിക്കപ്പെടട്ടെ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കൃപയായിരിക്കണമേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ.